ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പ്രകൃതിയെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പോത്തിറച്ചി കറി വെക്കാമെന്ന് വിചാരിച്ചു. കൂടെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മോനുണ്ട്. മോൻ ചട്ടിയൊക്കെ ഉടച്ചിട്ട് ഓടി രക്ഷപ്പെട്ടവനാണ്. എന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ കൂടെ എന്ത് ചെയ്താലും എൻ്റെ കൂടെ വരും, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് പണി തരാൻ. അങ്ങനെ കൂടെ ആളുണ്ട്, കൂടെ ഇക്കായും ഹെൽപ്പ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു, അതിലോട്ട് ചരുവോ എന്ത് പാത്രമാണോ അത് വയ്ക്കുക. അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ സവാള ഇട്ട് കൊടുക്കുക. ഇറച്ചിക്കും കൂടി വേണ്ടുള്ള ഉപ്പ് സവാളയിലിട്ട് വഴറ്റുക. അത് വഴണ്ടതിന് ശേഷം സവാള കുറച്ച് വഴണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. പച്ചമുളക് കീറി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതും ഇട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ഉരുളക്കിഴങ്ങ് ഇടൂല, എന്നാൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി മൂട്ടിൽ പിടിക്കാതിരിക്കാൻ ഇഞ്ചി ഇടുമ്പോൾ അരിഞ്ഞ തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളിയുടെ വെള്ളം ഇറങ്ങുമ്പോൾ മൂട്ടിൽ പിടിക്കുന്ന സാധ്യത കുറഞ്ഞു കിട്ടും. അത് ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് വഴണ്ടതിന് ശേഷം അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇട്ട് ഒന്ന് ഇളക്കി അടച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു വെള്ള ഈർപ്പമൊക്കെ ഇറങ്ങി തുടങ്ങും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും മുളകും പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ചൂടുവെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. അപ്പോൾ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ മസാല കൂട്ടിട്ട് കൊടുക്കണം. അതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് കറിവേപ്പിലയും മല്ലിച്ചെപ്പൊക്കെ ഇട്ട് കൊടുക്കണം. മല്ലിച്ചെപ്പും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി മൂടിയിട്ടിരിക്കുമ്പോൾ തന്നെ ആ അടുപ്പത്ത് തന്നെ മൂടിയിട്ടിരിക്കുമ്പോൾ ആ ഒരു കനലിലൊക്കെ കിടന്ന് പോത്തിറച്ചിയൊക്കെ അങ്ങ് സെറ്റാവും. ഇതെൻ്റെ എന്താ പറയുക, എൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോൾ എനിക്കിന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നെൻ്റെ ഒരാഗ്രഹം പോത്തിറച്ചി, കിഴങ്ങ് വേവിച്ചത്, പിന്നെ പരിപ്പ്, പപ്പടം ഇതൊക്കെ കൂട്ടി ഒന്ന് ചോറ് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിതിങ്ങനെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.